അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യായം 45 സൂറത്ത് ജാസിയ, ആയത്ത് 18 മുതൽ 21 വരെ. ആദ്യമായി പാരായണം കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ولا تتبع أهواء الذين لا يعلمون. إنهم لن يغنوا عنك من الله شيئا. وإن الظالمين بعضهم أولياء بعض. والله ولي المتقين. هذا بصائر للناس وهدى ورحمة لقوم يوقنون. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا. كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم. كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم. ساء ما يحكمون. തൊട്ടു മുമ്പുള്ള ആയത്തുകളിലെ ബനു ഇസ്രായേൽ ജനതയ്ക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അവരുടെ കിടമത്സരം കാരണം അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നും പരലോകത്ത് വെച്ച് ഖിയാമത്ത് നാളിലെ അള്ളാഹു അവരുടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചു കൊള്ളുമെന്നൊക്കെ പറഞ്ഞു. ശേഷം 18-ാമത്തെ ആയത്ത് പറയാണ് അള്ളാഹു, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. സുമ്മ പിന്നെ അഥവാ പിന്നീട്, ജഅൽന നാം ആക്കി, താങ്കളെ, പിന്നെ താങ്കളെ നാം ആക്കി, അലാ ശരീഅത്തിൻ ഒരു തെളിഞ്ഞ മാർഗത്തിലാക്കി. ശരീഅത്ത് നടപടിക്രമം, മാർഗം എന്നൊക്കെ പറയാം. ഒരു മാർഗത്തിലാക്കി. മിനൽ അംരി മതകാര്യങ്ങളിൽ. ഫത്തബിഅ ആകയാൽ താങ്കൾ പിന്തുടരുക. ആ ശരീഅത്തിനെ അഥവാ ആ മതകാര്യങ്ങളെ, മതനിയമങ്ങളെ താങ്കൾ പിന്തുടരുക. വലാ തത്തബിഅ നിങ്ങൾ പിന്തുടരരുത്. അഹ്വാ ഇച്ഛകളെ പിന്തുടരരുത്. അല്ലദീന ഒരു കൂട്ടരുടെ, ലാ യഅലമൂൻ അവർക്ക് അറിവില്ല. അപ്പോൾ അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിന്തുടരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്.
ജൂത ക്രിസ്തീയ വിഭാഗങ്ങളും മക്കയിലെ മുശ്രിക്കുകളും. ഇവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രബോധന കാലത്ത് അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ. അല്ലാത്തവർ, നിഷേധികളായ ആൾക്കാർ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നാസ്തികർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരുന്നു. ചെറിയൊരു ശതമാനം, എവിടെ എണ്ണപ്പെടാവുന്ന അത്രയൊന്നും ഇല്ലെങ്കിലും ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഏതായിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന മഹാഭൂരിഭാഗം ആൾക്കാർ മക്കയിലാണെങ്കിൽ മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ. മദീനയിലെത്തിയപ്പോൾ മദീനയിലാണെങ്കിൽ ജൂതരും ക്രിസ്ത്യാനികളും പിന്നെ കുറച്ച് അറബികളും അവരൊക്കെ ഉള്ളത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളും അതുപോലെ ജൂത ക്രിസ്തീയ വിഭാഗങ്ങളുമായിരുന്നു അന്ന് ആ സമൂഹത്തിലുണ്ടായിരുന്നത്. അള്ളാഹു പറയുകയാണ്. അപ്പോൾ ബനു ഇസ്രായേലിയരുടെ കാര്യങ്ങൾ അവർ തന്നെയാണ്, ഈ ബനു ഇസ്രായേൽ സന്തതികളാണ് പിൽക്കാലത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായി വേർപിരിഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലം വരെയുള്ള മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവരാണ് ജൂതരായിട്ട് അറിയപ്പെടുന്നത്. അതിനുശേഷം വന്ന പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാമിലും കൂടി വിശ്വസിച്ചവരാണ് ക്രിസ്ത്യാനികളായിട്ട് അറിയപ്പെടുന്നവർ. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളാണ് മതപരമായിട്ട് അഹ്ലി കിതാബുകാർ എന്ന നിലക്ക്, വേദഗ്രന്ഥത്തിൻ്റെ ഉടമകൾ എന്ന നിലക്ക് അന്നുണ്ടായിരുന്നത്. പിന്നെ വേദവും വേദഗ്രന്ഥവും ഒന്നുമില്ലാത്ത ബഹുദൈവാരാധകരായ, വിഗ്രഹാരാധകരായ വലിയൊരു വിഭാഗമാണ് മക്കയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊന്നും തന്നെ വളരെ വ്യക്തമായ ഒരു മാർഗദർശനത്തിലോ വ്യക്തമായ തെളിവിലോ ആയിരുന്നില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തന്നെയും ആ വേദഗ്രന്ഥങ്ങൾ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് കാലാകാലങ്ങളിലെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയരാക്കി. അവരുടെയും അവരുടെ സഭകളുടെയും അവർ നിയന്ത്രിക്കുന്നവരുടെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പല വചനങ്ങളെയും കൂട്ടിക്കലർത്തുകയും പല വചനങ്ങളും എടുത്തു മാറ്റുകയും പല വചനങ്ങളിലും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തൗറാത്തോ ഇഞ്ചീലോ അള്ളാഹു അവതരിപ്പിച്ച രൂപത്തിൽ അന്നുപോലും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലുമില്ലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കാലത്തും വരുന്ന താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവ തിരുത്തലുകൾക്ക് വിധേയമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, ഈ കാലഘട്ടത്തിൻ്റെ ശേഷം, ഈ ജൂത ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ആരാധകർക്ക് ശേഷം പിന്നെ നമ്മൾ നിനക്ക് ചെയ്തത്, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, കാര്യങ്ങളുടെ ഒരു ശരീഅത്ത് നിശ്ചയിച്ചുകൊണ്ട് ആ ശരീഅത്തിൽ നിന്നെ നാം ആക്കിയിരിക്കുന്നു. എന്താണ് ഈ ശരീഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരീഅത്തിന് അള്ളാഹു മത നിയമമായി നിശ്ചയിച്ചത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പിന്നെ അലാ ഹുദം മിനൽ അംരി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ മാർഗദർശനം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ മാർഗദർശനം വിശുദ്ധ ഖുർആൻ നൽകുന്നു. അതാണ് ശരീഅത്ത്, അഥവാ അലാ ശരീഅത്ത്, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശരീഅത്ത് എന്ന വാക്കിന്, അല്ലെങ്കിൽ ഇവിടെ പ്രയോഗിച്ച ശരീഅത്ത് എന്നതിന് ഇമാം ഖത്താദ പറയുന്ന അഭിപ്രായം, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അൽ അംറു വൻ നഹ്യു വൽ ഹുദൂദ് വൽ ഫറായിദ്, അതായത് കൽപ്പനകളും വിരോധങ്ങളും ശിക്ഷാവിധികളും അനന്തരാവകാശ നിയമങ്ങളും, അതൊക്കെയാണ് ശരീഅത്ത് എന്നാണ് ഖത്താദ റഹിമഹുല്ല വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ കൽബി പറയുന്നത് അസുന്നത്ത്, ഇവിടെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് എന്നാണ്, പിന്തുടരപ്പെടേണ്ടതായ നടപടിക്രമം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, അനിത്തബി മില്ലത ഇബ്രാഹിമ ഹനീഫൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ യാതൊരു വക്രതയും ഇല്ലാത്ത വിധത്തിൽ നീ പിന്തുടരണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ പിന്തുടർച്ച തന്നെയാണ് ഈ പറയുന്നത് എന്ന്. ഇത് ആ കൽപ്പനകൾ, അതായത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള യഥാർത്ഥമായ ശരീഅത്തിൻ്റെ പിന്തുടർച്ച തന്നെയാകുന്നു നിനക്കും മതനിയമമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള ശരീഅത്ത്. ഇതാ പറയുന്നത്. അതാണ് ഇവിടെ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ അന്തിമ പ്രവാചകരായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. തൗഹീദിൻ്റെ കാര്യത്തിൽ ആദം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചതും എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിലുള്ളതും അവസാനത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥത്തിലുള്ളതും കൽപ്പനകളെല്ലാം തൗഹീദി വിഷയത്തിൽ അഥവാ വിശ്വാസ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതേസമയത്ത് കർമ്മപരമായ കാര്യങ്ങളിൽ, സാമൂഹ്യമായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹിക നിയമങ്ങളിൽ
കാലത്തിനനുസൃതമായ ചില മാറ്റങ്ങളുണ്ടായി എന്ന് മാത്രം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ജനതയ്ക്ക് മാംസത്തിൻ്റെ കൊഴുപ്പ്, നെയ്യ് പോലെയുള്ളതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു. അത് ഇസ്ലാം വന്നു. ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അതിൻ്റെ മുമ്പ് വന്ന ഈസാ നബി അലൈഹിസ്സലാമിലൂടെയും ഒക്കെ അത് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ഓരോ കാലത്ത് അള്ളാഹു നിശ്ചയിച്ച ചില കാര്യങ്ങളുണ്ടാവും, അതിൽ ചില മാറ്റങ്ങളുണ്ടാവും. അതേസമയത്ത് വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അനുഷ്ഠാന കാര്യങ്ങളിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അതിൻ്റെ രൂപത്തിലോ അതിൻ്റെ ഘടനയിലോ വ്യത്യാസം ഉണ്ടായേക്കാം. നമസ്കാരം എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും നമസ്കാരം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അത് ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം പോലെ തന്നെയാണോ? അതിൻ്റെ രൂപത്തിന് വ്യത്യാസമുണ്ടോ? സമയത്തിന് വ്യത്യാസമുണ്ടോ? റക്അത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ? അല്ലാഹു അഅലം. ഏതായിരുന്നാലും ശരി, എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നമസ്കാരം ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് നമസ്കാരത്തെപ്പറ്റി, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതുപോലെ പല പ്രവാചകന്മാരെയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം നമസ്കരിച്ചിരുന്നു എന്ന്. ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും സംഭവങ്ങൾ പറയുമ്പോൾ അവരോട് നമസ്കരിക്കാൻ കൽപ്പിച്ച കാര്യങ്ങളും കൂടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരം ഉണ്ടായിരുന്നു മുൻ സമൂഹങ്ങൾക്ക് എന്നത് വ്യക്തമാണ്. അത് ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന രൂപത്തിലാണോ അല്ലേ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതേപോലെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതായ ശരീഅത്ത്. അതാണ് ശരീഅത്തിൽ മാറ്റം വരുത്തുമ്പോൾ മുസ്ലിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകുന്നത്, വിശ്വാസികൾ അസ്വസ്ഥരാകുന്നത്. അള്ളാഹുവിൻ്റെ നിയമത്തെ മാറ്റം വരുത്താൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവരെ ആവശ്യം അംഗീകരിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാവാറില്ല, ഒരിക്കലും തയ്യാറാവില്ല വിശ്വാസമുള്ളവർക്ക്. കാരണം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടതായ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ശരീഅത്ത് അഥവാ നടപടിക്രമം, നിയമങ്ങൾ, മതനിയമം അനുസരിക്കാൻ വിശ്വാസികൾ നിർബന്ധിതരാണ് എന്ന് പറയുന്നത്. കാരണം അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണ്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയെ തുടർന്ന് അള്ളാഹ് പറയുന്നത് ഫത്തബിഅഹാ, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ശരീഅത്ത്, ഈ മതനിയമം അനുസരിച്ച് അതിനെ പിന്തുടർന്ന് നീ ജീവിക്കണം. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടരരുത്. ഈ ശരീഅത്തുമായി ജീവിക്കുമ്പോൾ പലരും പലതരത്തിലുള്ള ന്യായീകരണങ്ങളും പറയും. അതത്ര ശരിയല്ല, ഇത് പൂർവ്വപിതാക്കളായിട്ട് ആചരിച്ചു വരുന്നതല്ലേ, ഇങ്ങനെ പോരെ, ഇതല്ലേ നല്ലത് എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അത് ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല എന്ന് ഒരു പക്ഷേ ദുർന്യായം പറഞ്ഞേക്കാം. അങ്ങനെ ഒന്നില്ല യഥാർത്ഥത്തിൽ. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം, അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്. ആ ശരീഅത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് യോജിക്കുന്നതല്ലാത്ത അപകടകരമായ അല്ലെങ്കിൽ ആ കാലത്തിന് കാലത്തിൻ്റെ പുരോഗതിക്ക് ചേർന്നതല്ലാത്ത വിധത്തിലുള്ള ഒന്നും ഇസ്ലാമിക ശരീഅത്തിൽ കാണാൻ സാധിക്കില്ല. വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക, വിമർശനങ്ങൾ വെറുതെ വിമർശനത്തിന് വേണ്ടി വിമർശിക്കുക എന്നല്ലാതെ കാര്യം പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിക്കും ഖുർആനിൽ പറഞ്ഞ, ഇസ്ലാമിക ശരീഅത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശരിയല്ല, നന്മയല്ല എന്നോ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു തിന്മയല്ല എന്നോ സ്ഥാപിക്കാൻ ഇന്ന് വരെയും സാധിച്ചിട്ടില്ല, അതൊട്ട് സാധിക്കുകയുമില്ല. സാമൂഹിക ക്രമത്തിൽ ഇസ്ലാം വെച്ചിട്ടുള്ള നിയമം, ആ നിയമം കാലോചിതമല്ല, മനുഷ്യൻ്റെ പുരോഗതിക്ക് യോജിച്ചതല്ല എന്ന് പറയാൻ ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു പണ്ഡിതനും ഇന്ന് വരെയും സാധിച്ചിട്ടില്ല, അതൊട്ട് സാധിക്കുകയുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില മതങ്ങളുണ്ട് സന്യാസമാണ് പുണ്യം, വിവാഹം കഴിക്കാതിരിക്കലാണ് പുണ്യം, അതാണ് സ്വർഗം നേടാൻ പര്യാപ്തമായത്, സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് വിവാഹം കഴിക്കാത്ത ജീവിതം നയിക്കലാണ് എന്ന് പറയുന്ന മതങ്ങളുണ്ട്. അതിൻ്റെ ഒരു അപകടം ചിന്തിച്ചു നോക്കൂ. എന്താ സംഭവിക്കുക? എല്ലാവർക്കും സ്വർഗം കിട്ടണമല്ലോ, അതാണല്ലോ ആവശ്യം, മതത്തിൻ്റെ ആവശ്യം അതാണല്ലോ, മതം പഠിപ്പിക്കുന്നത് അതാണല്ലോ. അപ്പോൾ സ്വർഗം നേടാൻ വിവാഹം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന അപകടം എന്താണ്? ഒരൊറ്റ തലമുറയോടുകൂടി ലോകത്ത് ഒരു മനുഷ്യനുമില്ലാത്ത അവസ്ഥ വരും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് പ്രായോഗികമാണോ? വിവാഹം കഴിക്കാതെ ജീവിക്കലാണ് നല്ലത് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഈ നല്ലതെല്ലാവരും ചെയ്യണമല്ലോ. എല്ലാവരും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിതി എന്താകും? ലോകത്ത് പിന്നെ ജനസംഖ്യയില്ല, പിൻതലമുറയില്ല, മനുഷ്യരില്ല, മനുഷ്യവാസമില്ലാത്ത ഒന്നായി ഈ ഭൂമി മാറും. പ്രായോഗികമല്ല, അത് സമൂഹത്തിന് അപ്രായോഗികമല്ലേ? ആലോചിച്ച് നോക്ക്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹം കഴിക്കണമെന്നും വിവാഹ ജീവിതം നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും നിർബന്ധമായും വിവാഹം കഴിക്കണമെന്നും ആ വിവാഹം പുണ്യകർമ്മമാണെന്നും
വിവാഹം പുണ്യകർമ്മമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹം പുണ്യകർമ്മമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന പുണ്യമാണ് വിവാഹം എന്ന് പഠിപ്പിക്കുന്ന ഏക മതമാണ് ഇസ്ലാം. അതുമാത്രമല്ല, ആ ഒന്നുകൂടെ കടന്ന് വിവാഹത്തിലൂടെ സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക ബന്ധത്തിന് പോലും സ്വർഗം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്താവും സ്ഥിതി? ലോകത്ത് നിലനിൽക്കും, വിവാഹം നിലനിൽക്കും, വിവാഹ ജീവിതം നിലനിൽക്കും, ശാരീരിക ബന്ധങ്ങൾ നിലനിൽക്കും, പിൻതലമുറകൾ ജനിച്ചുകൊണ്ടിരിക്കും, ലോകത്തിന് നിലനിൽപ്പുണ്ടാവും. ആലോചിച്ച് നോക്കൂ. ഏതാ പ്രായോഗികം, ഏതാ അപ്രായോഗികം? വിവാഹം ശരി നല്ലതല്ല എന്ന് പറയുന്നതാണോ പ്രായോഗികം? വിവാഹം പുണ്യകർമ്മമാണ് എന്ന് പറയുന്നതാണോ മനുഷ്യൻ്റെ പുരോഗതിക്ക് പ്രായോഗികം? വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണല്ലോ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ലേ സാമൂഹ്യ പുരോഗതിക്ക് ഉപകരിച്ചിട്ടുള്ളത്? അതാണ് സൂചിപ്പിച്ചത്. ഒന്നും ഇസ്ലാമിക ശരീഅത്തിലുള്ള ഒന്നും അത് അപ്രായോഗികമാണ് എന്നൊരു കാലഘട്ടത്തിലും പറയാനോ തെളിയിക്കാനോ സാധ്യമല്ല. പിന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിച്ച് നടക്കാമെന്ന് മാത്രം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത് എന്താ? ഇങ്ങനെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മാറ്റത്തിരുത്തലുകൾ വരുത്തി ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഇച്ഛകൾക്ക് നീ പിന്തുടരേണ്ടതില്ല. അള്ളാഹു നിനക്ക് നൽകിയ നേർക്ക് നേരെയുള്ള ശരിയായ ശരീഅത്തുണ്ട്, ആ ശരീഅത്തനുസരിച്ച് ജീവിച്ചു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും ബാധകം തന്നെ. തുടർന്ന് അള്ളാഹു പറയാണ് 19-ാമത്തെ ആയത്ത്, ഇന്നഹും ലൻ യുഗ്നൂ അൻക മിനല്ലാഹി ശൈഅ വഇന്നദ്ദാലിമീന ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് വല്ലാഹു വലിയുൽ മുത്തഖീൻ. ഇന്നഹും തീർച്ചയായും അവർ, ലം യുഗ്നു അൻക നിനക്ക് പ്രയോജനപ്പെടുകയില്ല, ലൻ യുഗ്നു ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല, അൻക നിനക്ക്, മിനല്ലാഹി അള്ളാഹുവിങ്കൽ നിന്ന്, ശൈഅൻ ഒരു തരത്തിലും ഒരു കാര്യത്തിലും അല്ലെങ്കിൽ അല്പം പോലും നിനക്ക് ഉപകാരപ്പെടുകയില്ല. വ ഇന്ന തീർച്ചയായും അദ്വാലിമീന അക്രമകാരികൾ, ബഅ്ദുഹും അവരിൽ ചിലർ, ഔലിയാഉ രക്ഷാകർത്താക്കളാകുന്നു, ഔലിയാക്കളാകുന്നു, ബഅ്ദിൻ മറ്റു ചിലരുടെ. വല്ലാഹു അള്ളാഹു ആണ് വലിയ രക്ഷാകർത്താവ്, അൽ മുത്തഖീൻ മുത്തഖികളുടെ സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാകർത്താവ് അള്ളാഹു ആകുന്നു, അല്ലെങ്കിൽ വലിയ അള്ളാഹു ആകുന്നു. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ? നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ആൾക്കാരല്ലേ അവിടെ ഉണ്ടായിരുന്നത്. മക്കാ മുശ്രിക്കുകളായിട്ടൊരു കൂട്ടര്, ജൂതന്മാരൊരു കൂട്ടര്, ക്രിസ്ത്യാനികൾ വേറൊരു കൂട്ടര്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലരുണ്ടല്ലോ. അവരെ നീ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വലിയ അപകടം വരും. അത് നീ അനുസരിക്കരുത് എന്ന് അള്ളാഹു തൊട്ടുമുകളിൽ ആയത്തിൽ പറഞ്ഞു. എന്നിട്ട് പറയാ, ഇന്നഹും ലൻ യുഗ്നൂ അൻക മിനല്ലാഹി ശൈഅ, അള്ളാഹുവിങ്കൽ നിനക്ക് ഇവരൊന്നും തന്നെ ഒരു തരത്തിലും പ്രയോജനപ്പെടുകയില്ല. ഒരു തരത്തിലും പ്രയോജനപ്പെടുകയില്ല. ഇവിടെ ദുനിയാവിൽ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇവിടെ ദുനിയാവിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇവരൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട്, ചില നേട്ടങ്ങളുണ്ട്. ഇവരൊക്കെ നാട്ടിൽ പ്രശസ്തിയുള്ള വലിയ വലിയ ആൾക്കാരാണ്, വലിയ സംഘത്തിൻ്റെ ആൾക്കാരാണ്, വലിയ കഴിവുള്ളവരാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്, അല്ലെങ്കിൽ അധികാരങ്ങളുള്ളവരാണ്. ഇവരെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില നേട്ടങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും എന്നൊക്കെയാണല്ലോ മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് അള്ളാഹു പറയുന്നത്, നിനക്ക് ചിലപ്പോൾ അങ്ങനെ ചില ചിന്തകളുണ്ടാവും. ഇവരൊപ്പം ഒന്ന് അങ്ങോട്ട് കൂടിക്കൊടുത്താലോ, നാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ദുനിയാവിലെ. എന്നാൽ നീ മനസ്സിലാക്കണം, നാളെ പരലോകത്ത് അള്ളാഹുവിങ്കൽ ഇവരൊന്നും തന്നെ നിനക്ക് ഒരല്പം പോലും ഉപകാരപ്പെടുകയില്ല. മാത്രമല്ല പറയുന്നത് എന്താവാ, ഇന്നദ്ദാലിമീന ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, ആ അക്രമികളായ ചിലർ, അക്രമികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്തിട്ടുള്ള ബഹുദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ. അത് നേർക്ക് നേരെ അള്ളാഹുവിന് ആരാധ്യരുണ്ട്, ശരീക്കന്മാരുണ്ട്, പങ്കാളികളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന, എന്ന് അംഗീകരിക്കുന്ന മക്കാ മുശ്രിക്കുകളും, അതേ സമയത്ത് അള്ളാഹുവിന് പങ്കുകാരുമൊന്നുമില്ല, പക്ഷേ അവന് ചില ഇടയാളന്മാരോ അവന് ചില പുത്രന്മാരോ ഒക്കെയുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, കർത്താവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, പിന്നെ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉസൈർ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ളവരെ ആരാധിക്കുന്ന, അവയെ മധ്യസ്ഥന്മാരായി സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ജൂതന്മാരും, അവരുമൊക്കെ ചിലപ്പോഴൊക്കെ നിനക്ക് തോന്നും ഇവർ നല്ലവരാണെന്നുള്ളത്. എന്നാൽ ഇവരൊന്നും തന്നെ നിനക്ക് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, അവർ ഔലിയാഉ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം ഔലിയാക്കളാണ്. അക്രമകാരികളായി ശിർക്ക് ചെയ്യുന്നവരായ ആൾക്കാർ പരസ്പരം ഔലിയാക്കളാണ് എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താക്കളാണ്. അവരെ സഹായിക്കുന്ന, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒത്ത് നിന്ന് കൂട്ടത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹായികളും രക്ഷാകർത്താക്കളുമാകുന്നു അവർ
ഇത് മക്കാ മുശ്രിക്കുകളും ഔലിയ എന്ന് തന്നെ പ്രയോഗിച്ചിരുന്നത്. നമ്മളെ ഇന്നത്തെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഔലിയാക്കൾ ഇതേ പദം തന്നെയാണ് അവരും പ്രയോഗിച്ചിരുന്നത് അന്നും. അപ്പോൾ അവർ പരസ്പരം ഔലിയാക്കളാണ്. എന്നാൽ യഥാർത്ഥ വലിയാരാണ്? അത് അള്ളാഹുവാണ്. മുത്തഖികളുടെ, അതായത് സൂക്ഷ്മത പാലിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, പരലോകത്തിൽ വിശ്വാസമുള്ള, പരലോകത്തെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സവാബിനെ, അവൻ്റെ പ്രതിഫലം കാക്ഷിക്കുന്ന മുത്തഖികളായ ആൾക്കാർക്ക് വലിയായിട്ട്, രക്ഷകനായിട്ട്, രക്ഷാകർത്താവായിട്ട്, സഹായിയായിട്ട് അള്ളാഹു ആകുന്നു ഉള്ളത്. അള്ളാഹു വലിയുൽ മുത്തഖീൻ, മുത്തഖികളുടെ വലിയ അള്ളാഹു ആകുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നു വീണ്ടും 20-ാമത്തെ ആയത്തിൽ, ഹാദാ ബസ്വായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൽ ലിഖൗമിൻ യൂഖിനൂൻ. ഹാദാ, ഇത്, ബസ്വായിറു, ഉൾക്കാഴ്ചയാകുന്നു, അല്ലെങ്കിൽ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളാകുന്നു. വളരെ വ്യക്തമായ തെളിവുകൾ. അതാണ് ബസ്വീറത്തിൻ്റെ ജമ്മാണ് ബസായിർ. വ്യക്തമായ തെളിവുകൾ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തെളിവുകൾക്കാണ് ബസ്വീറത്ത് എന്ന് പറയാം. ഉൾക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തകളെ തട്ടിയുണർത്തുന്ന വ്യക്തമായ തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഹാദാ ബസായിറു, ഇത് കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളാകുന്നു, ലിന്നാസി, ജനങ്ങൾക്ക്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും, ലോകർക്ക് മുഴുവനാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയുന്നത്, പ്രഖ്യാപിക്കുന്നതൊക്കെ മനുഷ്യരോടാണ്. അനുഷ്ഠാന കാര്യങ്ങൾ പറയുന്നിടത്താണ് സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിസംബോധന. തൗഹീദി വിഷയങ്ങളിലും മറ്റുമൊക്കെ, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാനുള്ള കൽപ്പനകളിലുമൊക്കെ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് അള്ളാഹുവിൻ്റെ വിളി. അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ മനുഷ്യരെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കുമുള്ള വ്യക്തമായ തെളിവാകുന്നു ഇത്, ഈ വിശുദ്ധ ഖുർആൻ എന്നർത്ഥം. വഹുദൻ, നേർമാർഗവുമാകുന്നു, അല്ലെങ്കിൽ മാർഗദർശനമാകുന്നു. വറഹ്മത്തുൻ, കാരുണ്യവുമാകുന്നു. ലിഖൗമിൻ, ജനതക്ക്. യൂഖിനൂൻ, വിശ്വസിക്കുന്ന, ദൃഢമായി വിശ്വസിക്കുന്ന ജനതക്ക് ഇത് എന്തൊക്കെയാണ് പറഞ്ഞത്? റഹ്മത്ത്, കാരുണ്യമാണ്. ഹുദ, മാർഗദർശനമാണ്. പിന്നെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ബസീറത്ത്, ഉൾക്കാഴ്ചയുമാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ പ്രയോഗിച്ച പ്രയോഗം തന്നെ നിങ്ങൾ നോക്ക്. ഇത് ഉൾക്കാഴ്ചയാണ്, വ്യക്തമായ തെളിവാണ്, ദൃഷ്ടാന്തമാണ് എന്ന് പറയുമ്പം അത് മുഴുവൻ ജനങ്ങളോടും, എല്ലാവർക്കും ഇത് ആലോചിച്ചാൽ, ഖുർആനെ പറ്റി പഠിച്ചാൽ, ഖുർആന്റെ പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹിദായത്ത് കിട്ടുന്നു. ആ ഹിദായത്ത് കിട്ടുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തും കിട്ടുന്നു. ഇത് രണ്ടും കിട്ടുന്നത് ശരിക്കും മൂഖിനീങ്ങളായ ആൾക്കാർക്ക്, ദൃഢമായ വിശ്വാസമുള്ളവർക്ക്. അപ്പം ആദ്യം പറഞ്ഞത് മുഴുവൻ ജനങ്ങൾക്കും ഇത് ഉൾക്കാഴ്ച നൽകും. ആ ഉൾക്കാഴ്ച അനുസരിച്ചുകൊണ്ട് ഹിദായത്തിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാകുന്നു വിശുദ്ധ ഖുർആൻ. വഹുദൻ വറഹ്മത്തുൽ ലിഖൗമിൻ യൂഖിനൂൻ. അടുത്ത ആയത്ത്, അം ഹസിബല്ലദീന ജ്തറഹുസ്സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അം ഹസിബ, അതല്ല, വിചാരിക്കുന്നുവോ? അതല്ല, ഹസിബ, വിചാരിച്ചു, അല്ലദീന, ഒരു കൂട്ടർ വിചാരിക്കുന്നുവോ, ഇജ്തറഹു, അവർ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, അസ്സയ്യിആതി, തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ തിന്മ ചെയ്ത ആൾക്കാർ വിചാരിക്കുന്നുവോ എന്നർത്ഥം. അന്നജഅലഹും, നമ്മൾ അവരെ ആക്കുമെന്ന് വിചാരിക്കുന്നുവോ? ഉദ്ദേശിച്ചത് പറഞ്ഞത്, തിന്മ ചെയ്തവരെ നമ്മൾ ആക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? കല്ലദീന, ഒരു കൂട്ടരെ പോലെ, ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്, അപ്പോൾ വിശ്വസിച്ചവരെ പോലെ, വ അമിലു, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, അങ്ങനത്തെവരെ പോലെ. അപ്പോൾ എന്താ പറഞ്ഞത്? വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ തിന്മ ചെയ്ത് ജീവിക്കുന്നവരെ നാം ആക്കുമോ? സവാഅൻ, അവരെ സമമാക്കുമോ? മഹ്യാഹും, അവരുടെ ജീവിതവും, വമമാതുഹും, അവരുടെ മരണവും നമ്മൾ സമമാക്കുമോ? സാഅ, എത്ര മോശമാണ്, മാ യഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്ന കാര്യം എത്ര ചീത്ത, അല്ലെങ്കിൽ എത്ര മോശമായ വിധിയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. ഇവിടെ അത് ഓർമ്മപ്പെടുത്തുന്ന എന്താ? തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഭൂമിയിലുണ്ട്. ഇവരൊക്കെ പറയാറുള്ളത്, നമ്മളും ഇവിടെ ജീവിക്കുന്നത് വലിയ മുത്തഖികളാണ് എന്നും പറഞ്ഞ്, അള്ളാഹുവിൻ്റെ മതക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ വേറെയുണ്ട്. ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച്, ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത്, ശരീരമൊക്കെ തുറന്നിട്ട് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന കാലത്ത് ശരീരമൊക്കെ മൂടിക്കെട്ടി, അള്ളാഹു പറഞ്ഞ ഹിജാബ് സ്വീകരിച്ചുകൊണ്ട്, പുരുഷനാണെങ്കിൽ
ആവശ്യത്തിന് അള്ളാഹ് നിർദ്ദേശിച്ച പോലെ വസ്ത്രം ധരിച്ച് അതേ അദബോടുകൂടെ 5 നേരം നമസ്കരിച്ച് ഇസ്ലാമിൻ്റെ വിധികളനുസരിച്ച് പലിശ വാങ്ങാതെ അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഇവരെ കാണുമ്പോൾ മറ്റുള്ളവർ പറയും, എന്താ ഇപ്പോൾ വെറുതെ ജീവിതം കളഞ്ഞെന്നല്ലാതെ, ഈ ദുനിയാവിലുള്ള ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്നല്ലാതെ എന്താണ് ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിങ്ങനെ തിന്നാൻ പറ്റൂല, അത് തിന്നൂടാ, ഇത് തിന്നൂടാ, അത് കഴിച്ചുകൂടാ, അങ്ങോട്ട് പോയിക്കൂടാ, അങ്ങോട്ട് നോക്കിക്കൂടാ, ഇങ്ങോട്ട് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞ് ചില വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? നിങ്ങളെപ്പോലെ ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തുല്യരല്ലടോ, ഇനി എന്തിനാണ് നീ ഇങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പല കോലത്തിലുണ്ട്, പല ടൈപ്പ് ആൾക്കാരാ. അപ്പോൾ അവരോ അള്ളാഹുവിൻ്റെ ചോദ്യത, ഇങ്ങനെ തിന്മ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരും സത്യവിശ്വാസികളായ സൽക്കർമ്മകാരികളായ മനുഷ്യരും അവരുടെ ജീവിതവും ഇവരുടെ രണ്ടുപേരുടെയും ജീവിതവും മരണവും ഒരുപോലെ ആണോ എന്നവർ വിചാരിക്കുന്നുവോ? അല്ല എന്നാണ് അള്ളാഹ് സൂചിപ്പിക്കുന്നത്. ഈ ചോദ്യം ഹസിബ എന്നുള്ള ചോദ്യം അങ്ങനെ വിചാരിക്കേണ്ടതില്ല, അങ്ങനെയല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരെ ജീവിതം ഒരുപോലെയല്ല. എങ്ങനെ? ഇഹലോക ജീവിതത്തിലും അവർ രണ്ടുപേരുടേതും ഒരുപോലെ ജീവിതമല്ല, പരലോക ജീവിതത്തിൽ ഒട്ടും അവർ ഒരുപോലെയല്ല. മുനാഫിക്കുകളായ മനുഷ്യൻ മുനാഫിക്കായി വളർന്ന് മുനാഫിക്കായി മരിച്ചു പോകുന്നു, നാളെ പരലോകത്ത് മുനാഫിക്കായിട്ട് പുനർജനിക്കുന്നു. നിഷേധിയായ കാഫിറായ മനുഷ്യൻ നിഷേധിയായി ജീവിക്കുന്നു, നിഷേധിയായി മരിക്കുന്നു, അതുപോലെ നിഷേധിയായിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവൻ ഹാജരാക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കി, കുറ്റവാളികളായ മനുഷ്യൻ കുറ്റവാളികളായി ജീവിച്ച് കുറ്റവാളികളായി മരിച്ച് കുറ്റവാളികളായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിച്ച് വിശ്വാസികളായി കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സദസ്സിൽ ഹാജരാക്കപ്പെടുന്നു. ഒരുപോലെയല്ല, അള്ളാഹ് പറയാണ്, ഒരുപോലെയല്ല, വലിയ വ്യത്യാസമുണ്ട്. ഇഹലോക ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ, അവൻ്റെ ജീവിതവും തോന്നിവാസിയായിട്ട് ലക്കും ലഗാനുമില്ലാതെ മദ്യവും മദിരാക്ഷിയുമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതവും ഒന്നല്ല. സമൂഹത്തിൽ അവർക്കുള്ള നിലവാരം ഒന്നല്ല, സമൂഹത്തിൽ അവർക്കുള്ള വില ഒന്നല്ല, ആദരവ് ഒന്നല്ല, രണ്ടും വ്യത്യസ്തമാണ്. മദ്യം മദിരാക്ഷിയുടെ പിന്നാലെ പോകുന്നവൻ എല്ലാവരാലും വെറുക്കപ്പെടുന്നവനാണ്. അതേസമയത്ത് ഇസ്ലാമിക ആചാരത്തിലും ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലും ജീവിക്കുന്നവൻ, അവൻ മറ്റ് മതക്കാരാണെങ്കിൽ പോലും അവർ പോലും ഈ സത്യവിശ്വാസിയായ മനുഷ്യനെ ആദരിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നതാ. അപ്പോൾ അവരുടെ ജീവിതം ഒരുപോലെയല്ല. പിന്നെ മരിച്ച ശേഷം അതിനെ പറയേണ്ടതില്ലല്ലോ, അതെന്തായാലും ഒരുപോലെയല്ല. സത്യവിശ്വാസികൾ സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ സുഖ സൗകര്യങ്ങളിലുമാണ്, മറ്റുള്ളവർ നിഷേധികൾ നരകത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷയിലുമാണ്. അതാ അള്ളാഹു പറയുന്നത്, ഇവരെല്ലാവരും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല കേട്ടോ, ഇവർ തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഈ 21-ാമത്തെ ആയത്ത് ഹസിബല്ലദീന ജിത്തറഹു സയ്യിആത്ത് എന്ന് പറഞ്ഞല്ലോ, ഈ ആയത്തിന് പല മുഫസ്സിറുകളും മബ്കാത്തുൽ ആബിദീൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരെ കരയിപ്പിക്കുന്ന ആയത്ത് എന്ന്. ഇത് ചിന്തിക്കുന്നവർക്ക് വലിയ പാടാണ്. എന്താ ഹൃദയം തേങ്ങി കരഞ്ഞു പോകും. എന്താ ചോദിക്കുന്നതല്ല? ഇവിടെ ദുർനടപ്പുകാരായി ജീവിക്കുന്നവരും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഇഹലോക ജീവിതത്തിലും നാളെ പരലോക ജീവിതത്തിലും അവരൊക്കെ ഒരുപോലെയാണോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. എന്നിട്ട് അള്ളാഹുവിൻ്റെ തന്നെ മറുപടിയും ഇവരുടെ ഈ തീരുമാനം, ഇവർ പ്രഖ്യാപിക്കുന്ന ഈ വിധി, അത് വളരെ മോശം വിധി തന്നെയാണ് എന്ന്. ഇത് കേട്ടപ്പോൾ ഒരുപാട് സഹാബത്തും അതുപോലെയുള്ള താബികളൊക്കെ ഈ ആയത്തോതുമ്പോൾ കരഞ്ഞു പോകാറുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന മനുഷ്യൻ എന്ന മഹാനായ വ്യക്തി, അദ്ദേഹം സുബഹിൻ്റെ തൊട്ട് മുമ്പായിട്ട്, സുബഹിയാകുന്നതിൻ്റെ മുമ്പ് രാത്രിയിലെ സുന്നത്ത് നമസ്കാരം, ആ നമസ്കാരത്തിൽ ഈ ആയത്ത് ഓതുന്ന ഘട്ടത്തിൽ അദ്ദേഹം വല്ലാതെ തേങ്ങിക്കരയുമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തെമീമുദ്ദാരി, അദ്ദേഹം ഇതുപോലെ തന്നെ ഖുർആൻ ആയത്തിൽ എത്തുമ്പം വല്ലാതെ കരയുമായിരുന്നു എന്നാ. അതുകൊണ്ട് തന്നെ ഈ ഫുളൈൽ ഇബ്നു ഇയാദ് പറയും, ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ പറയും, ലൈത ശിഅരി മിൻ അയ്യിൽ ഫരീഖൈൻ അൻത, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വന്തത്തോട് പറയാ, സ്വശരീരത്തോട് പറയാ, അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നീ, അല്ലയോ എൻ്റെ ശരീരമേ, നീ ഇപ്പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നീ ഉൾപ്പെടുന്നത് എന്ന് സ്വയം അദ്ദേഹം ചോദിക്കുകയും സ്വന്തത്തോട് ചോദിച്ച് അദ്ദേഹം വിങ്ങിക്കരയുമായിരുന്നു എന്നൊക്കെ പല റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കും. നമ്മൾ ഓർക്കുക, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. സഹാബത്തിനെയും താബികളെയും മുത്തഖികളെയും ഒക്കെ കരയിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. നമ്മളെപ്പോഴെങ്കിലും അത് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞിട്ടുണ്ടോ? അല്ല, ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് നമുക്കാർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് അത് വരാത്തത്? ഇത് മനസ്സിലേക്ക് കയറിയിട്ടില്ല, ഇത് മനസ്സിലേക്ക് പിടിച്ചിട്ടില്ല.
ഇതിങ്ങനെ നാവിൻ്റെ തുമ്പ് കൊണ്ട് പാരായണം ചെയ്ത് ഈണത്തിൽ പാരായണം ചെയ്ത് അങ്ങ് പോവുക. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉള്ളത് ഖുർആൻ ആസ്വാദനാണ്. ഖുർആൻ ആസ്വദിക്കാനുള്ളതല്ല, ആസ്വദിക്കേണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ളതാണ്. മനസ്സിൽ ദൃഢമായി ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ ആസ്വദിക്കാൻ ഈണത്തിൽ ഓതി പാട്ട് പോലെ ഓതി അതിങ്ങനെ ഈണത്തിൽ ആസ്വദിക്കാനുള്ളതല്ല ഖുർആൻ. മറിച്ച് ഖുർആൻ ആശയം മനസ്സിലാക്കി ജീവിതത്തിൽ അതിൽ മാറ്റമുണ്ടാക്കാനാണ്. മനസ്സിനെ കിടിലം കൊള്ളിക്കാനാണ് വിശുദ്ധ ഖുർആൻ. അർത്ഥവും ആശയവും വ്യക്തമായിട്ട് മനസ്സിലായാൽ അത് ഓതുമ്പം തഖ്വയുള്ളവന്, പടച്ചോനെ പേടിയുള്ളവന് കണ്ണുനീര് വരും, വിങ്ങിക്കരയും. പക്ഷെ അതില്ലാത്തത് വേണ്ട നിലക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ നന്നായി പഠിക്കുക, ഖുർആൻ ഉൾക്കൊള്ളുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങ് ലയിപ്പിക്കുക. മനസ്സിൽ വിശുദ്ധ ഖുർആൻ ലയിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അവൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ ഉൾക്കൊള്ളുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.